അഡ്വക്കേറ്റ് സേനാപതി വേണു, നോക്കൂ, ഇപ്പോൾ CPM-നോ LDF-നോ ഒക്കെ അടിപതറിയാൽ ഭരണവിരുദ്ധ വികാരമെന്ന പൊതുജന വികാരം എന്ന് പറഞ്ഞവർക്ക് പഠിക്കാൻ പുറപ്പെടാം. പക്ഷേ 2 വട്ടം മാറ്റി നിർത്തപ്പെട്ട കോൺഗ്രസ്സിന്, UDF-ന് ഒരു തിരിച്ചടി വന്നാൽ ഈ ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കുണ്ട് എന്ന് തെളിയിക്കാനാകാതെ പോയാൽ വലിയൊരവസ്ഥയിലേക്ക്, വലിയൊരു തിരിച്ചടിയിലേക്ക്, ഭിന്നതയിലേക്ക് നിങ്ങളുടെ പാർട്ടിയും മുന്നണി സംവിധാനവും പോകില്ലേ? ET ഇന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഞാൻ അത് തുറന്നു സമ്മതിക്കാൻ ഞങ്ങൾക്ക് മടിയില്ലല്ലോ. ഇനി ഒരു വട്ടം കൂടി അധികാരത്തിന് പുറത്തു നിന്ന് കഴിഞ്ഞാൽ UDF-ന് നിലനിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് തിരിച്ചു വന്നേ മതിയാവൂ. ആ തിരിച്ചു വരവിനുള്ള വലിയ പോരാട്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് ഞങ്ങൾ പോകും എന്നുള്ളതാണ്. ഞാൻ ഇടുക്കിയിലെ ഒരു കുഞ്ഞു കാര്യം കൂടെ ഇതിനിടയിൽ പറയുകയാണ്. 15 വർഷം CPM-ന്റെ MLA ആയിരുന്ന ഇടുക്കിയിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് S. രാജേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വേണ്ടി വോട്ട് ചോദിച്ചാണ് ദേവികുളത്തെ മലയോര മേഖലയിൽ നടന്നു. ഒരുപക്ഷെ കൃഷ്ണരാജ് അറിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് CPM-ന്റെ ഉന്നതനായ നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരുടെ കാൽ കീഴിലെ മണ്ണ് അതെങ്ങോട്ടാണ് പോകുന്നത്. പക്ഷെ ഞങ്ങൾ അതിനെ ഭയപ്പെടുന്നില്ല. കാരണം ഞങ്ങൾ കംഫർട്ടബിളായി ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യം ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഒരു 60% സീറ്റുകളിലേക്കുള്ള വിജയത്തിൽ, അത് ഗ്രാമം, ബ്ലോക്ക്, ജില്ല, നഗരസഭ എല്ലാത്തിലേക്കും ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത്. അത് നാളെ 8 മണി മുതൽ അത് വെളിവാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് അങ്ങ് ചോദിച്ച ചോദ്യം അത് ഞങ്ങളെ ഭയപ്പെടുത്തിയ ചോദ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ നിലമ്പൂരിലും പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയിൽ ഞങ്ങൾ ജയിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾ വലിയ മുന്നേറ്റം അവിടെ നടത്തിയത് അത് ഞങ്ങളുടെ തുടർന്നു വരുന്ന ഒരു വിജയത്തിന്റെ സൂചനയാണ്. അത് നാളെ പ്രകടമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരാജയം എന്നുള്ളത് ഞങ്ങളുടെ നിഘണ്ടുവിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്നുള്ളതാണ്. വിജയിച്ചേ മതിയാവും. ശരി, TP ജയേന്ദ്രൻ മാസ്റ്റർ, നാളെ ഒരു ദിവസം എത്രയുണ്ട് നിർണായകമാണ് നാളത്തെ പകൽ BJP-ക്ക്? കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. കൃഷ്ണരാജ്, വളരെ വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെയും ശുഭപ്രതീക്ഷയോടെയുമാണ് BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും. വളരെ കൃത്യമായ കണക്കുകൂട്ടലുകളോടെയും കൃത്യവും വ്യക്തവുമായ സ്മാർട്ടായ പ്രവർത്തനങ്ങളുടെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കാണുന്നത് BJP. നോക്കൂ, ഞാൻ ചൂണ്ടിക്കാണിച്ചു തുടക്കത്തിൽ തന്നെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇടതു മുന്നണിയുടെയും വലതു മുന്നണി, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെയും പ്രമേയത്തിൽ അവർ ചൂണ്ടിക്കാണിച്ചത് എന്താണ്? അവർക്ക് അപകടകരമായ രൂപത്തിൽ കേരളത്തിൽ BJP വളരുന്നു. അതേ വാക്കുകളാണ് തോമസ് ഐസക്കിന്റേത്. ജനം TV അല്ല സംപ്രേഷണം ചെയ്തത്. ഇടതുപക്ഷത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാനലിൽ അദ്ദേഹം പറഞ്ഞു, വർഷങ്ങളായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ BJP-യുടെ തകർച്ചയെ കുറിച്ചായിരുന്നു. ഇനി സുരേഷ് ബാബു സാറിന് ഞാൻ പറയുന്നത്, സർ, കേരളത്തിൽ നിങ്ങൾ ഇതുവരെ കെട്ടിപ്പൊക്കിയ അജണ്ട എന്തായിരുന്നു? കേന്ദ്രം വീർപ്പ് മുട്ടിക്കുകയാണ്. കേന്ദ്രമാണ് ഞങ്ങളെ സമ്മർദ്ദപ്പെടുത്തുന്നത്. കേന്ദ്രം കേരളത്തിന് അർഹതപ്പെട്ടതൊന്നും തരുന്നില്ല. ആ നറേഷൻ നിങ്ങൾക്ക് ലഭിക്കാനും നിങ്ങൾക്ക് പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഭരണാനുകൂല്യം കണ്ട് പദ്ധതികൾ നിങ്ങൾ അവർക്ക് വേണ്ടി ക്ഷേമപെൻഷൻ പ്രഖ്യാപിക്കുന്നത് പോലെ തന്നെ ഈ സത്യം ജനങ്ങളോട് തുറന്നു പറയാനുള്ള ഞാൻ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഇടപെടുകയാണ്. അങ്ങ് പറഞ്ഞു വരുന്നത് കൃത്യമായി മനസ്സിലാവും നമുക്ക്. ഡോക്ടർ മോഹൻ വർഗീസ്, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. 30 സെക്കൻഡ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഡ്രസ് റിഹേഴ്സലായിട്ട് തന്നെയാണ് 3 പ്രധാന മുന്നണികളും കണ്ടത്. ആ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ വിഷയങ്ങൾ ചർച്ചയിലായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ന്യായമായ സംശയമുണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ തീർച്ചയായും ഒരു ചെറിയ മാറ്റം പ്രതീക്ഷിക്കാം എന്ന നിലയിലാണ്. നാളെ ഏതാനും 12 മണിക്കൂറിനുള്ളിൽ തന്നെ ആദ്യ ഫലസൂചനകൾ വരുമ്പോൾ ഈ ചില കുത്തകയായി വെച്ചിരുന്ന ചില ജില്ലകളിൽ മാറ്റങ്ങൾ വരികയും അത് ഒരു വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സുനാമിയായി മാറുമോ എന്നത് മാത്രമാണ്